15th May 2019 2019 അമ്മ ഉടമ്പടി എടുത്തത്. എൻ്റെ CA ഫൈനൽസ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ CA ഫൈനൽ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ കൊടുത്തത് 2016 നവംബറിലായിരുന്നു. ആ അറ്റംപ്റ്റിൽ എനിക്കൊരു പേപ്പർ ക്ലിയർ ആയിരുന്നു. CA ഫൈനൽസിനകത്ത് ടോട്ടൽ 8 പേപ്പേഴ്സാണ് ഉള്ളത്, 2 ഗ്രൂപ്പായിട്ട്. അപ്പം ഒരു ഗ്രൂപ്പിലെ ഒരു പേപ്പർ എനിക്ക് ക്ലിയറായി, എക്സംഷൻ കിട്ടിയായിരുന്നു ആ സമയത്ത് ബാക്കി കൂടെ ഉള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻ്റായി, ഓക്കെ ഒരു പേപ്പർ ക്ലിയറായി, നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ബാക്കി ക്ലിയറാക്കി എടുക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ അങ്ങനെ നിന്നു. ബട്ട് പിന്നെ അടുത്ത അറ്റംപ്റ്റുകൾ വന്നു, ഓരോന്നായി ഞാൻ തോക്കാൻ തുടങ്ങി. മെയ് 2017 എനിക്കൊന്നും കിട്ടിയില്ല. നവംബർ 2017 പോയി, 2018 അങ്ങനെയായി. അങ്ങനെ കിട്ടിയ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയ എൻ്റെ എക്സംഷനും ലാപ്സായി. 3 അറ്റംപ്റ്റ്സ് കഴിയുമ്പോഴത്തേനും എക്സംഷൻ ലാപ്സ് ആവും. അപ്പം പിന്നെ ബാക്കി പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെയും കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്ന് ഞാൻ 6 അറ്റംപ്റ്റ്സ് കൊടുത്തു. 6 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടും എനിക്കൊന്നും ക്ലിയർ ആയില്ല ഇതുവരെ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ മിക്കവാറും എല്ലാവരും ക്ലിയറായി. അവർ ഓൾമോസ്റ്റ് 2-3 വർഷമായി CA ആയിട്ട്. ബട്ട് ഞാൻ പിന്നെയും അറ്റംപ്റ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഡിപ്രസിങ് സ്റ്റേജായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്. മെയ് 15, 2019 മമ്മി ഇത് എടുക്കുന്നത്. CAക്കകത്ത് 2 അറ്റംപ്റ്റ്സാണ് നോർമലി ഉള്ളത്. ഒന്ന് മെയ് അറ്റംപ്റ്റ്, ഒന്ന് നവംബർ അറ്റംപ്റ്റും. എൻ്റെ മെയ് എക്സാം കഴിഞ്ഞാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതുവരെ എനിക്ക് അധികം വിശ്വാസവും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തം എന്തെങ്കിലും റിപ്പീറ്റഡായിട്ട് ചെയ്യും. എൻ്റെ മുകളിലുള്ള ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മമ്മി വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു, ഐ വിൽ ഗീവ് പ്ലേസ് ടു ഗോഡ് ഇൻ മൈ ലൈഫ് നോ. അത് കഴിഞ്ഞിട്ട് നവംബർ 2019 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു. ഇതുവരെയുള്ള അറ്റംപ്റ്റുകളിൽ മിക്കവാറും ഒരു സിമിലർ ഒരു പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറൗണ്ട് 65 to 70% എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നുള്ളൂ. ബാക്കി 30% എങ്ങനെ പോയാലും എൻ്റെ മിസ്സാവുമായിരുന്നു. ബട്ട് ഈ പ്രത്യേക അറ്റംപ്റ്റിൽ നവംബർ 2019 എനിക്കറിയത്തില്ല, പേപ്പേഴ്സ് ഹാർഡായിരുന്നു. ബട്ട് ഐ വാസ് ഏബിൾ ടു അറ്റംപ്റ്റ് ദ ഫുൾ മാർക്സ്. 100 മാർക്സിൻ്റെ ഉണ്ടായിരുന്നത് ഫുൾ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കപ്പോഴും അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന്. ബട്ട് ഐ വാസ് ഏബിൾ ടു ഡു ദ 100% ദെയർ. പിന്നെ അങ്ങനെ പോയി. ബട്ട് ഫുൾ കോൺഫിഡൻസ് അപ്പോഴും ഇല്ല ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന്. പക്ഷേ നവംബർ 19 റിസൾട്ട് വന്നപ്പം 2 ഗ്രൂപ്പും എൻ്റെ ക്ലിയറായി. അപ്പം ഇത് സംഭവിച്ച മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എൻ്റെ രീതിയിലുള്ള എല്ലാം പ്രയത്നങ്ങളും ചെയ്തു നോക്കി, പക്ഷേ എനിക്കൊന്നും ഒരു സക്സസ്സും കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇത് ചെയ്യാൻ പറ്റി, ക്ലിയറായി.